ഇപ്പോൾ ജ്യോതിഷനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ 2 ഗ്രഹങ്ങൾ തമ്മിലുള്ള പൊരുത്തമല്ല നോക്കേണ്ടത്. ഇവരുടെ ഓരോ ഗ്രഹങ്ങളുടെയും ഓരോ ഓരോരുത്തരും പ്രത്യേകം പ്രത്യേകം പുരുഷൻ്റെ ആയാലും സ്ത്രീകളുടെ ആയാലും പ്രത്യേകം പ്രത്യേകം വിശകലനം ചെയ്ത് നോക്കണം. അതാണ് വിവാഹ പൊരുത്തം എന്ന് പറയുന്നത്. അത് ഒറ്റയടിക്ക് നോക്കി പൊരുത്തമുണ്ട് ശരി ഓക്കെ അങ്ങനെയല്ല. ഇപ്പോഴാണെങ്കിൽ മാലയോഗം മെട്രിമോണിയൽ നിന്നൊക്കെ ഒരു 10, 30, 40 സ്ലോട്ടായിട്ടാണ് പേരൻസ് വരുന്നത്. ഇതൊന്നും നോക്കി വിശകലനം ചെയ്യാൻ ഈ ജ്യോതിഷന് സമയം ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ ഈ പേരൻസിനെ സെലക്ട് ചെയ്യുക. ഇവരുടെ കൾച്ചർ എന്താണ്, സാഹചര്യങ്ങൾ എന്താണ്, ഇവരെങ്ങനെയാണ് വളർന്നത്, എവിടെയാണ് ജനിച്ചത്, ഇതൊക്കെ ചിന്തിക്കണം. ചിന്തിച്ച ശേഷം വേണം ജ്യോതിഷിയെ സമീപിക്കാൻ. ജ്യോതിഷി നോക്കേണ്ടത് 2 പേരുടെയും പ്രത്യേകം പ്രത്യേകം നോക്കി ഇവരുടെ ആയുർഭാവം നോക്കണം. യോജിപ്പ് മാത്രമല്ല ആയുർഭാവം നോക്കണം, സന്താനങ്ങൾ നോക്കണം. ഈ കുട്ടി കുടുംബം പരിപാലിക്കാൻ പറ്റിയ ആളാണോ, ഇതൊക്കെ നോക്കിയിട്ട് വേണം പൊരുത്തമുണ്ടെന്ന് പറയാനായിട്ട്. ഇതൊന്നും ഇപ്പോൾ നടക്കാത്ത കാരണമാണ് ഡൈവോഴ്സിൻ്റെ എണ്ണം കേരളത്തിൽ കൂടാനുള്ള കാരണം. പിന്നെ ഈഗോ, 2 പേർക്കും ഈഗോ ആണ്.